ഹായ് ഹലോ ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ പരാജയ വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പരാജയപ്പെടാനുണ്ടായ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത്. മെയിനായിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു അമളി എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ ബിറ്റർമെന്റ്, അവരുടെ എക്കണോമിയിൽ കാണിച്ച ബിറ്റർമെന്റ് കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇതാണ് പറ്റിയ സമയം, ഈ സമയത്ത് ഇലക്ഷൻ നടത്തിയാൽ അദ്ദേഹത്തിന് വീണ്ടും ഭരണത്തിൽ വരാം എന്നുള്ള ഒരു തെറ്റായ ചിന്ത അല്ലെങ്കിൽ ധാരണ മൂലമാണ് അദ്ദേഹം ഇലക്ഷൻ ഇത്ര പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും അത് നടത്തുകയും ചെയ്തത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹെൽത്ത്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യു കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രിട്ടനെ സംബന്ധിച്ചും ഹെൽത്ത് അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം പോലെയല്ല അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം. അവിടെ NHS, നാഷണൽ ഹെൽത്ത് സർവീസ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഉണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലൂടെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് പരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികമില്ല എങ്കിൽ ഗവൺമെന്റിന്റെ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ആ ഒരു ചികിത്സ സൗജന്യമായിട്ട് ലഭിക്കും. ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ അപ്പോയിന്റ്മെന്റ്, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ മറ്റു ഓപ്പറേഷൻ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ട് എങ്കിൽ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. അപ്പോൾ അത്രയും ഒരു ലോങ് പീരീഡ് വെയിറ്റിംഗ് ടൈം വരുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം വളരെയധികം വീക്കായി മാറുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് എമിഗ്രേഷൻ ആണ്. നമുക്കറിയാം യു കെയിൽ ഒരുപാട് ഇന്ത്യൻ വംശജരുണ്ട്. യു കെയിലെ പല ഗ്രാമങ്ങളിൽ പോയാലും വെള്ളക്കാരെ കാണാൻ കഴിയില്ല, കൂടുതലും ഇന്ത്യക്കാരെ കാണാൻ കഴിയുള്ളൂ. എക്സ്പെഷ്യലി മലയാളികൾ അധികമായിട്ടുള്ളത് യു കെയിലാണ്. അപ്പോൾ അതൊരു സൈഡ്, അത് നമുക്ക് മാറ്റി വെച്ചാൽ തന്നെയും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഒരുപാട് ആളുകൾ, കുടിയേറ്റക്കാർ ഈ ഒരു രാജ്യത്തേക്ക്, ബ്രിട്ടനിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി. സൈലം പോലെ റുവാണ്ട പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിലേക്ക് ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ റുവാണ്ട പോളിസി പോലൊരു പദ്ധതി വെറും കടലാസുകളിൽ ഒതുങ്ങിപ്പോയി. അതും അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ മറ്റൊരു കാരണമാണ്. അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ വിലക്കയറ്റമാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റമാണ് അവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളികളായിട്ടുള്ള യു കെ റെസിഡൻസിനോട് തിരക്കിയാൽ അവർ പറയും അവിടെ സാധാരണ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റമാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു വീട് വാങ്ങുവാനോ വിൽക്കുവാനോ, അത് മാത്രമല്ല അവിടെ റെന്റിനൊരു വീട് എടുക്കാനോ ശ്രമിച്ചാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസ് ആവും. അതിപ്പോൾ നമ്മളൊരു വീട് അവിടെ റെന്റിന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അഡ്വാൻസ് എമൗണ്ടും വാടകയൊക്കെ വരിക. പിന്നെ ഈ പറഞ്ഞ പോയിന്റുകൾ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആണ്. 2007 മുതൽ 2023 വരെയുള്ള യു കെയുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 4.3% മാത്രമാണ്. കഴിഞ്ഞ 16 വർഷത്തെ യു കെയുടെ എക്കണോമിക് ഗ്രോത്ത് ആണ് ഈ പറയുന്നത്, 4.3%. 16 വർഷക്കാലവും കൺസർവേറ്റീവ്സ് ആണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ഇതിനു മുമ്പത്തെ 16 വർഷത്തെ എക്കണോമിക് ഗ്രോത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം 46%. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്തുകൊണ്ട് ഋഷി സുനക് തോറ്റു എന്നതിനുള്ള വ്യക്തമായ റീസൺ ഈ ഒരു പോയിന്റിൽ തന്നെ ഉണ്ട്. കാരണം അത് ഇന്ത്യയല്ല, ബ്രിട്ടനാണ്.